സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇത് കണ്ട ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട്, പ്രാർത്ഥിക്കുന്നത് ദൈവമക്കൾ. ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ഫലം തരാതിരുന്നത് കൊണ്ട് ഫലം കിട്ടുമെന്ന് കരുതി പോയി. ഫലം കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ ഇനി അത് ഫലം നൽകണ്ട, അത് ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ പറഞ്ഞു, നീ ശപിച്ച അത്തിവൃക്ഷം ഇതാ ഉണങ്ങി നിൽക്കുന്നു. ഈശോ അതിൽ പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. ഞാൻ ഈ അത്തിവൃക്ഷത്തോട് ചെയ്തത് നിങ്ങൾ കണ്ടു. ഈ മല ഇവിടുന്ന് മാറി കടലിൻ്റെ അഗാധങ്ങളിൽ ചെന്ന് പതിക്കട്ടെ എന്നൊന്ന് പറഞ്ഞേ. വിശ്വാസത്തോടെയാണെങ്കിൽ അത് സംഭവിക്കും. എൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഈശോ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ ഇതിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ ഈ ഭൂമിയിൽ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്തവ മാത്രമല്ല, അതിനേക്കാൾ വലുതും ചെയ്തുകൊള്ളുക. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തുകൊള്ളുക. വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിൽ ഇന്നലെ പ്രഭാതത്തിൽ കൗൺസിലിംഗ് നടക്കുന്നതിനിടയിൽ ഒരു ഫോൺ വന്നു. ഞാൻ എടുത്തു. വിങ്ങിപ്പൊട്ടുന്ന സ്വരമാണ്. വെച്ചാൽ പ്രഗ്നൻ്റായ ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി. ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നു. ഒരുപാട് ഡിഫക്റ്റുകളുള്ള കുട്ടി, മന്ദബുദ്ധൻ. അവരുടെ എല്ലാം റിസർച്ച്. അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ടിന് ഇന്നലെ, അതായത് ഇന്നലെ രാത്രി, ഇന്ന് വെളുപ്പിന്, ബുധനാഴ്ച വെളുപ്പിന് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. തകർന്നു. ഞാൻ പറഞ്ഞു, തകരണ്ട. ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ ദൈവജനം ആരാധിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്താണിത്. ഞാൻ ആളുകളെ കൗൺസിലിംഗ് ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു കൊടുക്കുക. അച്ഛനിതാ ഫോൺ പിടിച്ചുകൊണ്ട് കുർബാനയ്ക്കരികിലേക്ക് ആളുകൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവിടെ ഫോൺ പിടിച്ചുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ മുമ്പിൽ അരമണിക്കൂറോളം അച്ഛൻ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇതവളുടെ കണക്ക് തെറ്റിയതാവട്ടെ, ഇതവളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് പറ്റിയ തെറ്റായി മാറട്ടെ എന്ന് പറയും. ഞാൻ അത്രയേ എൻ്റെ മനസ്സിൽ പറയാൻ തോന്നിയുള്ളൂ. അത് വെച്ച് കുറേ സ്തുതിച്ചു. ഫോണിലൂടെ അവൾക്ക് കേൾക്കാവുന്ന വിധത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചേക്കാം.
കുർബാനയ്ക്കരികിൽ തന്നെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12:30 ഞാൻ കുർബാനയിലും പ്രാർത്ഥിച്ചേക്കാം. ധൈര്യമായിരിക്കുക. കുഞ്ഞിന് ഓർമ്മ, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല. നീ ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ. സമ്മതിച്ചു. വൈകുന്നേരം ഞാൻ കൗൺസിലിംഗ് 6 മണി ആയപ്പോൾ നിർത്തി. 7 മണി 6:30 ആയപ്പോഴത്തേക്ക് ഈ ഭവനത്തിൽ വന്നു. മാതാവിൻ്റെ രൂപത്തിൻ്റെ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വണ്ടിയിൽ കയറി അരിഭവനിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഫോൺ. പക്ഷേ ഇന്ന് എപ്പോഴാണ് ഞങ്ങൾ ചെല്ലേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വിളിച്ചു. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചു, ഇനിയാണല്ലേ? അതെ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. നിങ്ങളുടെ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. കണക്കിലെന്ന രക്ഷകാണ്, ക്ഷമിക്കണം. അമേരിക്കയിലാണെന്ന് ഓർക്കുക. എങ്ങനെ അവർക്ക് കണക്ക് തെറ്റുന്നു? കണക്ക് തെറ്റിക്കൊണ്ട് അവർക്ക് കണക്ക് തെറ്റട്ടെ. ദൈവം ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെന്ന് അവർ തന്നെ, ആരോഗ്യമില്ലാത്ത കുഞ്ഞാണെന്ന് പറഞ്ഞവർ ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് സർട്ടിഫൈ ചെയ്തു. ഫോൺ വിളിച്ചു. ഉടനെ തന്നെ അവരെന്നെ വിളിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഇതാണ് വിശ്വാസം. വിശുദ്ധ കുർബാനയുടെ മുൻപാകെ വിശ്വാസത്തോടെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അടയാളങ്ങൾ തരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വളർത്തുക. പരിശുദ്ധ കുർബാന ദൈവമാണെന്ന് ഓർക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളതെന്ന് ഓർക്കുക. വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഓർക്കുക. വചനം ശക്തമാണ്. ഞാൻ ഈ ചെയ്തവയേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഈ മല മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറും. അമേരിക്കയിലെ ഡോക്ടർമാർ തന്ന റിപ്പോർട്ട് നമുക്ക് വിപരീതം, അത് തെറ്റിപ്പോകട്ടെ. അവർ തിരുത്തി, അഥവാ കർത്താവ് തിരുത്തി. നമുക്ക് നന്ദി പറയാം. അമ്മമാരുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള ഒരാളെന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, എല്ലാ കുട്ടികളും അമ്മമാരുടെ ഉദരത്തിൽ ഈ നിമിഷമുണ്ടായ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ദൈവികാലയത്തിലേക്ക്, ബലിപീഠത്തിലേക്ക് അവരുടെ മനസ്സ് വരട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും 30 വയസ്സുള്ള എല്ലാ മക്കളും മാതാപിതാക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സൃഷ്ടികർമ്മത്തിൽ കർത്താവിനോടൊപ്പം സഹകരിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെടുകയില്ല. പുത്രൻ്റെ സാന്നിധ്യത്തെ വിളിച്ച്, പിതാവിൻ്റെ സാന്നിധ്യത്തെ അംഗീകരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അംഗീകരിച്ച് കുട്ടികളാരും ഡിഫക്റ്റ് ഉള്ളവരാകുകയില്ല. ഇനി ഡിഫക്റ്റ് ഉള്ളവരാണ് ജനിച്ചവരോ ഓട്ടിസമോ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരോ ജനിച്ചവർ, അവരെ സുഖപ്പെടുത്താൻ ഇനി ഭൂമിയിൽ കർത്താവ് പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, സംസാരിക്കാൻ കഴിവില്ലാത്തവരില്ലേ? വിശുദ്ധ ആൻഡ്രൂസ് എന്ന വിശുദ്ധൻ 7 പേര് വിസയിൽ മിണ്ടിയില്ല. 7-ാം വയസ്സിൽ കുർബാന സ്വീകരിച്ചു മിണ്ടിത്തുടങ്ങി, മെത്രാനായി. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുണ്ട്. ഈ ശുശ്രൂഷകളിലൂടെ, നമുക്ക് ഈ മരിയ ഭവനത്തിലൂടെ ഓട്ടിസമുള്ള കുട്ടികളുടെ ഓട്ടിസങ്ങൾ മാറാൻ, സംസാരശേഷി ഇല്ലാത്തവരുടെ സംസാരശേഷി പ്രാപിക്കട്ടെ. എന്തെങ്കിലും നമുക്ക് വിശ്വാസമില്ലേ? വന്നിച്ച് നമുക്ക് കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ വിശ്വാസമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.